അമ്പലത്തിൽ വന്ന് എങ്ങനെ പ്രദക്ഷിണം വയ്ക്കണം, ആദ്യം ക്ഷേത്രത്തിൽ എങ്ങനെ വരണം, ആലിന് ഒരു 7 പ്രദക്ഷിണം വയ്ക്കണം. 7 പ്രദക്ഷിണം വെച്ചിട്ട് പുറമെ ഒരു പ്രദക്ഷിണം വെച്ചിട്ട് എല്ലാ ഉപദേവന്മാരെയും തൊഴുതിട്ട് പിന്നെ അവസാനം മെയിൻ ദേവനെ തൊഴുതിട്ട് ആ ദേവൻ്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചും ആ ദേവൻ്റെ നാമം ചുണ്ടിൽ മന്ത്രിച്ചും ആരോട് സംസാരിക്കാണ്ട് പോകുന്നവൻ ഭക്തൻ. അങ്ങനെ വേണം അമ്പലത്തിൽ വരാൻ ഭക്തി നൽകി. അങ്ങനെ സമ്പ്രദായത്തിൽ അങ്ങനെയാവാം. അതാണ് ശരിക്കും ക്ഷേത്രത്തിൽ വരേണ്ട പ്രദക്ഷിണ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിപ്പോൾ സാധാരണ പോലെ ഓടി വന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നമുക്ക് പോവല്ല സമ്പ്രദായമുണ്ട്. അപ്പോൾ അത് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും. ചിലരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അതിലും കാര്യമില്ല. നേരെ വരിക, പ്രദക്ഷിണം വയ്ക്കുക, ദേവനെ തൊഴുക, ദേവൻ്റെ രൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കുക, ആരോട് സംസാരിക്കാണ്ട് വീട്ടിലേക്ക് പോവുക. അതാണ് ഒരു ദേവൻ്റെ ഒരു ഭക്തൻ്റെ കടമ. അതാണ് ഒരു ക്ഷേത്ര ദർശനം ചെയ്യേണ്ടത്. അങ്ങനെയാണ് ആ നിലയ്ക്ക് പോകണം.